എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ദൈവസന്നിധിയിൽ വായിക്കും. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ പൗരന്മാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കൂ. നാം സ്വീകരിച്ചു പറയുന്ന ആമേൻ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ഹല്ലേലൂയ. തിരുമേശ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ ആപ്തവാക്യം, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. നാം കർത്താവിനെയാണ് ധ്യാനിക്കുക. 2 കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റത്തില്ല. 1, കർത്താവിനെ ധ്യാനിക്കുക. 2, അവൻ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ഓർക്കുക. അവൻ ഇത് രണ്ടും വളരെ പ്രാധാന്യമേറിയത്. അതിലേക്ക് ഞാൻ കടന്നു വരാം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ ഓർപ്പിക്കുകയാണ്, അവിടെയുള്ള ദൈവജനത്തെ വിളിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ, നോക്കണമേ, അവരെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? വിശുദ്ധരെന്നാണ്. ദൈവത്തിൻ്റെ ജനം ദൈവത്തിന് ആരാണ്? വിശുദ്ധരാണ്. ലേഖനങ്ങളെല്ലാം പഠിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, വിശുദ്ധരായവർക്ക്, വിശുദ്ധന്മാർക്ക് ആമൻ എഴുതുന്നത്. ആമൻ ഇന്ന് പകലിൽ ആമൻ സ്തോത്രം, ആമൻ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. ദൈവം തൻ്റെ വചനത്താൽ നമ്മെ വിശുദ്ധീകരിക്കുന്നുണ്ട്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാം? ഹല്ലേലൂയ. നാം സങ്കീർത്തനം ധ്യാനിച്ചതുപോലെ ലോകത്തിലുള്ള മറ്റൊന്നിനും നമ്മെ വിശുദ്ധീകരിക്കാൻ കഴിയത്തില്ല, നമ്മെ അശുദ്ധമാക്കാനാണ് കഴിയുന്നത്. എന്നാൽ ദൈവത്തിന് മാത്രമേ നമ്മെ വിശുദ്ധീകരിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് വചനം പറഞ്ഞ്, നിങ്ങളുടെ പാപം ആമൻ എത്ര കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്നവൻ. ആമൻ 1-2 ആഴ്ചകൾക്ക് മുമ്പ് നാം ചിന്തിച്ച ഒരു ഭാഗമുണ്ട്. ആമൻ സ്തോത്ര അപ്പോസ്തലനായ പത്രോസ് ഓർപ്പിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു വിളിയുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു 3 തരത്തിലുള്ള വിളിയുണ്ട്. 1 പരമവിളി എന്നുള്ളതാണ്. ഓർക്കുന്നുണ്ടോ? പരമവിളി, അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞത് ഹൈ കോളിംഗ് എന്ന. അതിൻ്റെ ഒരു 3 പ്രത്യേകതയുണ്ട്. വിളിയുടെ ഒരർത്ഥം, അത് കഴിഞ്ഞാൽ മറ്റൊരു വിളി ഇല്ല. അൾട്ടിമേറ്റ് കോളിംഗ് ആണ്. ദൈവം വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു വിളിയില്ല. 2, ഇത് ഉയർന്ന വിളിയാ, ഏറ്റവും ഉയർന്ന വിളിയാ, ഏറ്റവും ഉയർന്ന വിളിയാ. 1, മറ്റൊരു ഓൾട്ടർനേറ്റീവ് കോളില്ല. 2, ഇത് ഉയർന്ന വിളിയാ, ഏറ്റവും ഉയർന്ന വിളിയാ. 3-ാമത്തെ ഒരു കാര്യം പറഞ്ഞത്, വിളിച്ചവൻ ഉയർന്നവനാ, ഹയർ പേഴ്സൺ ആണ്, ഹയസ്റ്റ് പേഴ്സൺ ആണ് നമ്മെ വിളിച്ചത്. അപ്പോസ്തലനായ പത്രോസ് ഓർപ്പിച്ചൊരു ഭാഗമാണ് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ്. 1, അപ്പോൾ നമ്മൾ ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കും. നാം ഓർക്കണം, നാം ദൈവമക്കൾ കണ്ട ഇവിടെ വിളിക്കുക. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാർ, ആ വിളിക്കകത്ത് ഉൾപ്പെട്ടതാണ് ദൈവം നമ്മെ വിളിച്ച വിളി, ഒരു ഹൈ കോളിംഗ് ആണ്. 2-ാമത് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ എന്താണ് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക്. ഈ വിളിയുടെ 2-ാമത്തെ പ്രത്യേകത, ഇതിനൊരു ഉത്ഭവസ്ഥാനമുണ്ട്, ഒരു പ്രഭവസ്ഥാനമുണ്ട്. എവിടെയാണ്? സ്വർഗം. ഇത് സ്വർഗീയ വിളിയാ. നമുക്കറിയാം, ഇവിടെ ഭൂമിയിൽ ഒരു ജോലി ലഭിക്കണമെങ്കിൽ നമ്മൾ ഒരു ടെസ്റ്റ്, ഒരു ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആദ്യം വരുന്നൊരു കോൾ ലെറ്ററാ, അല്ലേ? ആമൻ ഒരു ഇൻ്റർവ്യൂവിനുള്ളതായിരിക്കാം. ചിലപ്പോൾ ആ കോൾ ലെറ്ററിൽ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാകാം. പാക്കേജോ, അല്ലെങ്കിൽ നമ്മളെ അപ്പോയിൻറ്റ് ചെയ്യുന്നൊരു ലെറ്റർ ആണെങ്കിൽ അതിനകത്തുണ്ടാകാം പാക്കേജ് എവിടെയാണ്, ലൊക്കേഷൻ എവിടെയാണ്, ടൈം എങ്ങനെയാണ്, ഡീറ്റെയിൽസ് എങ്ങനെയാണ്, ഇതെല്ലാം, അല്ലേ? ആമൻ സ്തോത്രം. ഒന്ന് മനസ്സിലാക്കേണ്ടതിന് കാര്യം, പക്ഷേ ഏത് കമ്പനി ആണെങ്കിലും അവരുടെ കോൾ ലെറ്ററിന് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ലെറ്ററിന് ഒരു ലിമിറ്റ് ഉണ്ടാകും, ഇല്ലേ? ഒരു പർട്ടിക്കുലർ പ്ലേസ് ഉണ്ടാകും, ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ ഉണ്ടാകും. ശരിയാണോ? എന്നാൽ സ്വർഗീയ വിളിക്ക് ലിമിറ്റില്ല. ഇതിൻ്റെ ഉത്ഭവസ്ഥാനം സ്വർഗമാണ്. ഹല്ലേലൂയ. ഇതെന്തുകൊണ്ടാ സ്വർഗീയ വിളി എന്ന് പറയാൻ കാര്യം? ദിസ് ഈസ് കോൾ ഫ്രം ഹെവൻ. ഇത് സ്വർഗത്തിൽ നിന്നുള്ള വിളിയാ. ഇന്ന് പകലിൽ
എനിക്കും നിങ്ങൾക്കും ലഭിച്ച വിളി. നമ്മൾ ഇവിടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഭൂമിയിലുള്ള കോളിനെ പറ്റി വളരെ ഇമ്പോർട്ടൻ്റ്. നാം ഒരു ആപ്ലിക്കേഷൻ അയച്ചാൽ, നാം ഒരു ടെസ്റ്റ് എഴുതിയാൽ, നാം ഒന്ന് പരിശ്രമിച്ചാൽ, ആ കമ്പനി നമ്മളെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ആ വ്യക്തി നമ്മെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. നോക്കണം, ഈ ഭൂമിയിലുള്ളൊരു ചെറിയ സംഭവം. എന്നാൽ വചനം പറയുന്നു, എന്നെയും നിങ്ങളെ വിളിച്ചത് അപ്രകാരമുള്ള ഒരു ചെറിയ വിളിയല്ല, ഇതൊരു ഉയർന്ന വിളിയാണ്. ഇത് സ്വർഗീയ വിളിയാണ്. ഇതിന് ലിമിറ്റ് ഇല്ല, ഇതിന് പ്രത്യേക ലൊക്കേഷൻ ഇല്ല. ഞാൻ അതിലേക്ക് കടന്നു വരാം. ഇത് സ്വർഗീയ. പൗലോസ് പറയുകയാ, വിശുദ്ധ സഹോദരന്മാരെ, നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വർഗീയ വിളിയ. പൗലോസിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ശബ്ദം ഉണ്ടായി. നമുക്കറിയാം, ദമസ്കോസിലേക്ക് താൻ പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിലേക്ക് ഒന്ന് വേഗത്തിൽ വരാം. 1-2 ചിന്തകൾ അവിടെ ഞാൻ പറയാൻ കർത്താവിൽ ശരണപ്പെടുക. അതിന്റെ 3-4 വാക്യങ്ങളൊന്ന് വായിക്കാമോ? അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചു. നോക്കണമേ, ഈ സ്വർഗീയ വിളിയുടെ ഒന്നാമത്തെ പ്രത്യേകത, ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? പൗലോസ് ശക്തനാ, മഹാപുരോഹിതന്മാരെ അധികാരപത്രം വാങ്ങി, ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്നവനാ, കഴിവുള്ളവനാ. അവൻ കൊലയും ഭീഷണിയും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ നേരെ നിശ്വസിച്ച് യെരൂശലേമിലുള്ള മഹാപുരോഹിതന്മാരെ അധികാരപത്രം വാങ്ങി. അവൻ ഏത് പട്ടണത്തിലേക്ക് പോകുന്നറിയാമോ? ദമസ്കോസിലേക്ക് പോകുകയാ. നോക്കണം, ഈ ലോകപ്രകാരമുള്ള വിളി അവനുണ്ട്, കഴിവുണ്ട്, അധികാരപത്രമുണ്ട്. ഇതുമായിട്ട് അവൻ വായിക്കുമ്പോൾ, അവൻ ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലാക്കണമേ, ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് കിടക്കുന്നവന്റെ ദേശത്ത് ശത്രു കയറുന്നതിന് മുമ്പ് ദൈവം ഇടപെടും, സ്വർഗം ഇടപെടും. അവിടേക്ക് കയറാൻ ദൈവം അനുവദിക്കും. എത്ര രാമൻ പറയും ഹല്ലേലൂയ. പൗലോസ് പെട്ടെന്നൊരു കാര്യം തിരിച്ചറിയും. അവൻ ശൗലാണ്. ശൗലൊരു കാര്യം തിരിച്ചറിയുകയാണ്. അവൻ അധികാരപത്രമുണ്ട്, അവൻ കുതിരയുണ്ട്, അകമ്പടി സേവകരുണ്ട്, ശക്തിയുണ്ട്. പക്ഷെ ദമസ്കോസിന് വേണ്ടി അവൻ പ്രവേശിക്കാൻ പ്ലാൻ ചെയ്തു, പ്ലാനുമുണ്ട്. പക്ഷെ കയറാൻ കഴിഞ്ഞില്ല. കയറുന്നതിന് മുമ്പ് എന്തുണ്ടായി? ഒരു സ്വർഗീയ ശബ്ദമുണ്ടായി. ഇന്ന് പകൽ ആത്മാവിൽ ദൈവിക ദൂത് പറയാം. സ്വർഗീയ വിളി ലഭിച്ച ദൈവപൈതലേ, നീ ഒരു പട്ടണത്തിലുണ്ടെങ്കിൽ, നീ ഒരു ദേശത്തുണ്ടെങ്കിൽ, നീ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ, നിന്റെ എൻട്രിക്കകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഈ സ്വർഗം ഇടപെടും. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? ഹല്ലേലൂയ. ശത്രു എത്ര ശക്തിയുള്ളവനാകാം, നമ്മുടെ ദേശത്ത് എന്തെല്ലാം പ്രതികൂലങ്ങൾ നടക്കുന്നാകാം, ഇന്ന് പകൽ ആത്മാവിൽ വിശ്വസിച്ചോ, നീ ഈ കോളിനകത്തുള്ള ഒരു ദൈവ പൈതലാണെങ്കിൽ അവൻ നിന്റെ ടെറിട്ടറിക്കകത്ത്, നിന്റെ ദേശത്തിനകത്ത്. ശൗല് ഞെട്ടിപ്പോയി. ഈ വിളി കേട്ടപ്പോൾ ശൗല് ഞെട്ടിപ്പോയിട്ട് പറയുകയാ, സ്തോത്രം, നീ ആരാകുന്നു കർത്താവേ. അപ്പോൾ ഈ സ്വർഗീയ വിളിയുടെ രണ്ടാമത്തെ പ്രത്യേകത, ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പലരും ചോദിക്കുന്നത്, നിങ്ങളെന്താ ഇങ്ങനെ കിടന്ന് കൈകൊട്ടുന്നത്, നിങ്ങളെന്താ ഇങ്ങനെ ആരാധിക്കുന്നത്? അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, ഞങ്ങളുടെ അകത്ത് ഞങ്ങൾ കേട്ടൊരു ശബ്ദമുണ്ട്. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. ശൗലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, അകമ്പടി ഉണ്ടായിരുന്ന പട്ടാളക്കാർക്ക്, മറ്റുള്ള വ്യക്തികൾക്ക് അത് ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ല. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ശൗൽ നിലത്ത് വീണു. ഇന്ന് പകലൊരു കാര്യം അവിടെ ഒന്നുകൊണ്ട് പറയാം, എനിക്കും നിങ്ങൾക്കും ആ സ്വർഗീയ വിളിയുണ്ടെങ്കിൽ, ആ സ്വർഗീയ പ്ലാനിനകത്താണെങ്കിൽ നമ്മെ തൊടാൻ നോക്കണം. ആ ഭാഗം ഒന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. ദമസ്കോസിലുള്ളവരെ നശിപ്പിക്കാനാ ആര് വന്നത്? ശൗല് വന്നത്. ആ പട്ടണത്തിന് സമീപിച്ചപ്പോൾ ദൈവം അവനെ തൊട്ടു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ 8-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാറെ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ട് പോയി. നോക്കണമേ, എങ്ങനെ ഇപ്പം ദമസ്കോസിലേക്ക് പോന്നേ? കൈക്ക് പിടിച്ച്, കണ്ണ് കാണത്തില്ല. ഇപ്പം കുതിരപ്പുറത്ത് വന്നവനാ, അധികാരപത്രം
ഉള്ളവനാ. പക്ഷെ ഇപ്പം ദമസ്കോസിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ അവൻ എന്ത് വേണം? പരസഹായം വേണം. ഇന്ന് പകൽ ആത്മാവിൽ ദൂത് പറയാം, ദൈവ പൈതലെ, നീ സ്വർഗീയ വിളിക്കകത്ത് കടന്നാൽ, സ്വർഗ ശബ്ദത്തിനകത്ത് കടന്നാൽ, നീ കർത്താവിന്റെ യഥാർത്ഥ ശിഷ്യനാണ്. അവൻ നീ ദൈവത്തെ ഫോളോ ചെയ്താൽ നിന്നെ തൊടാൻ വരുന്നവൻ, ഹല്ലേലൂയ, നിന്റെ ടെറിട്ടറിക്കകത്തെ കയറുന്നതിന് മുൻപ് നിന്നോട് സഹായം ചോദിക്കും. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? തകർക്കാൻ വരുന്നവരാകാം. ഹല്ലേലൂയ. നമുക്കറിയാം എലീശയുടെ അടുക്കലേക്ക് വന്ന അരാം സൈന്യം, ഹല്ലേലൂയ, അവൻ ഒരു മല മുഴുവൻ അവർ വളഞ്ഞു നിൽക്കുമ്പോൾ എലീശയുടെ ശിഷ്യൻ ഇറങ്ങി വന്നിട്ട് പറയുക, അയ്യോ അവൻ നാം നശിക്കാൻ പോകുക, നമ്മുടെ ചുറ്റും വലിയൊരു സൈന്യം. അവൻ എലീശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ അവൻ്റെ കണ്ണുകളെ തുറക്കണമേ. അവൻ കണ്ണുകളെ തുറന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. അഗ്നിമയമായ സൈന്യം അവർക്ക് ചുറ്റുമുണ്ട്. എന്താ സംഭവിച്ചത്? തുടർന്ന് കാണുന്ന അരാം സൈന്യത്തിന് ദൈവം അന്ധത പിടിപ്പിച്ചു. അവർ വന്ന് ഇവരോട് വഴി ചോദിക്കുക. ഇന്ന് പകൽ അവൻ സ്വർഗീയ വിളിക്കകത്താണ് ഞാനും നിങ്ങളുമെങ്കിൽ, ഹല്ലേലൂയ, ശത്രുവിന് പ്രവേശിക്കാൻ കഴിയുകയില്ല. അവൻ സ്തോത്രം. നോക്കണമേ, അടുത്ത 10-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നോക്കണമേ, ഏത് പട്ടണത്തെ നശിപ്പിക്കാൻ വന്നോ അവിടേക്ക് പരസഹായത്തോടെ ശൗല് കയറുന്നത്, അതേ പട്ടണത്തിൽ തന്നെ ദൈവം അവനൊരു വിടുതൽ വെച്ചു. ഇന്ന് പകൽ മറന്നു പോകരുത്, ഇതിൻ്റെ അകത്തിരിക്കുന്ന ഓരോ ദൈവ പൈതലിൻ്റെ അകത്തും ദൈവം ഒരു വിടുതൽ വെച്ചിട്ടുണ്ട്. നിന്നെ തകർക്കാൻ വരുന്നവന്, നിന്നെ എതിരിടാൻ വരുന്നവൻ, നിന്നെ തോൽപ്പിക്കാൻ വരുന്നവൻ, അവനെ കർത്താവിന് വേണ്ടി നേടിയെടുക്കാൻ എൻ്റെ നിങ്ങളുടെ അകത്ത് ദൈവം ഒരു വിടുതൽ വെച്ചിട്ടുണ്ട്. ദൈവം ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കാൻ നമ്മളെ നശിപ്പിക്കാൻ അല്ല, അവന്റെ വിടുതലിന് വേണ്ടിയിട്ടാ. ആമേൻ, സ്തോത്രം. അതിന്റെ അധ്യായം 19-ാമത്തെ വാക്യം വായിക്കാമോ? അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറേ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഈ പട്ടണത്തോട്ട് അധികാരത്തോടെ സമീപിച്ചത് തകർക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ പൗലോസിനെ കുറിച്ച് ദൈവം ഉപയോഗിക്കുക, ആ പട്ടണത്തിൽ തന്നെ ഇപ്പൊ തെളിയിക്കുക പുള്ളിയുടെ പരിപാടി. പള്ളികളിൽ പോയി തെളിയിക്കുക, യേശു തന്നെ ദൈവപുത്രൻ. അവിടെയുള്ള അനേകരെ കർത്താവിലേക്ക് നയിച്ചു. ഈ ശൗലിന്റെ അനുഭവം അവൻ പൗലോസാക്കി മാറ്റിയ ഈ അനുഭവമാണ് എബ്രായ ലേഖനത്തിൽ താൻ പറയുന്നത്, സഹോദരന്മാരെ, എനിക്ക് ലഭിച്ചൊരു വിളിയുണ്ട്, അത് സ്വർഗീയ വിളിയാ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമുക്ക് ലഭിച്ചതും സാധാരണ ഒരു വിളിയല്ല, സ്വർഗീയ വിളി. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലൻ ഓർപ്പിക്കുക, അതുകൊണ്ട് സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. ഇന്ന് പകലിൽ ഒരു കാര്യം അവിടെ നിന്നുകൊണ്ട് പറയാം. നമുക്ക് ഈ ഭൂമിയിൽ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയാൽ സാധാരണ അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ അവരൊരു കാര്യം പറയും, ഇവിടെ ഒരു സിസ്റ്റമുണ്ട്, ഇവിടെ ഒരു ഫോർമാറ്റുണ്ട്, അല്ലെ മുമ്പിൽ വർക്ക് ചെയ്ത ഒരാളുണ്ട്, പുള്ളിയെ കണ്ട് പഠിക്കണം. നമ്മൾ എവിടെയെല്ലാം പഠിച്ചതായിരിക്കാം, മറ്റു പലയിടത്തും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. ആ കമ്പനിയിൽ ഒരു സിസ്റ്റം, ഒരു റോൾ മോഡൽ നമുക്ക് പറഞ്ഞു തരും. ശരിയല്ലേ? അവർ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ചിലപ്പം ആ വ്യക്തിക്കുണ്ടായിരുന്ന പേരായിരിക്കും, ഒരു ഡിഫോൾട്ട് നെയിം ആയിരിക്കും നമുക്ക് തരുന്നത്. ഒരു മോഡലാണ്. ഞാൻ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ നമുക്കറിയാം, ഒരു മോഡലിനെ ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട് പറയും, ഇതുപോലെ ചെയ്യണം. അതുപോലെയാണ് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായ എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുകയാണ്, ആരെ ശ്രദ്ധിച്ചു നോക്കണം? കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കണം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ആമേൻ, സ്തോത്രം, യഹോവയെങ്കിലേക്ക് നോക്കിയവർ. ഇന്ന് പകൽ ഒരു കാര്യം ഉറപ്പാ ദൈവമക്കളെ, നമ്മൾ വേറെ ആരിലേക്ക് നോക്കിയാലും ലക്ഷ്യസ്ഥാനത്ത് എത്തത്തില്ല. പൗലോസ് പറയുകയാ, വിശ്വാസത്തിൻ്റെ നായകൻ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. അവനെ തന്നെ നോക്കണം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആ കർത്താവിനെ കണ്ടിട്ട് യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കും? ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപമായി തീരും. ക്രിസ്തുവിനും 700 വർഷം മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകൻ ആത്മാവിൽ പറയുകയാ, ഹല്ലേലൂയ, അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു, അവൻ നമുക്ക് വേണ്ടി വിരൂപമാക്കപ്പെട്ടു. അവൻ്റെ മുഖത്ത് കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, അവൻ മനുഷ്യരാൽ ത്യജിക്കപ്പെട്ടു, മനുഷ്യരാൽ വിരൂപമാക്കപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. അവൻ രോഗശീലിച്ചവനായി തീർന്നു. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി, ആമേൻ, സ്തോത്രം, ആ കാൽവരി ക്രൂശിൽ
തകർക്കപ്പെട്ട കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം.